ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കുറച്ചധികം ദിവസമായ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് എന്താണ് റീസൺ എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ഒരു HD മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടെന്നും സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ ഒരു ടോണറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് ലവ് എർത്തിന്റെ ഒരു റോസ് വാട്ടർ ടോണറാണ്. നല്ലൊരു ടോണറാണ് കേട്ടോ. നമുക്ക് പോർസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പോർസ് ഒക്കെ ചെറുതായിട്ടൊന്ന്, ഭയങ്കര മാറ്റമൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഹൈഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോണറാണ്. പിന്നെ ഞാൻ ഇന്ന് ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ടോണറൊക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തത് ഒരു മോയ്സ്ചറൈസറാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാനൊരു പോൺസിന്റെ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളൊരു ഓയിലി സ്കിൻ ടോണുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒട്ടും തന്നെ നമ്മളുടെ ഫേസിൽ ഓയിലി ആക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അതായത് ഞാനിവിടെ ഫേസിലും കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ലിപ് ബാം ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഇൻസൈറ്റിന്റെ പ്രൈമർ ആണ് കേട്ടോ. പ്രൈമർ ഞാൻ എൻ്റെ പോർസ് ഉള്ള ഭാഗത്തും അതുപോലെ തന്നെ പെട്ടെന്ന് ഓയിലി ആവുന്ന അല്ലെങ്കിൽ സ്വെറ്റ് ആകുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആ സ്പൂളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഐബ്രോ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് ഐബ്രോയും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് ഐ മേക്കപ്പിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ ആണ്. ഇത് NYBയുടെ ഒരു കൺസീലർ ആണ്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ പുരുകത്തിനടിയിലും പിന്നെ നമ്മളുടെ ഐലിഡിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുരുകത്തിനടിയിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പുരുകം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസിന്റെ ലൂസ് പൗഡർ ആണ്. അത് വെച്ചിട്ട് ഞാൻ നമ്മളുടെ ഐലിഡ്, നമ്മൾ ഇപ്പം കൺസീലർ ഇട്ട് കൊടുത്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പ്രിറ്റി ഓയിൽ സെറ്റിന്റെ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഐഷാഡോ പാലറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാനിപ്പോൾ ഇതെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും വലിയ സെറ്റിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഐഷാഡോ പാലറ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഷെയ്ഡ് മാസിന്റെ ഐഷാഡോ പാലറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് പുതിയ ഐഷാഡോ പാലറ്റ് ആണ്. അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പിങ്ക് കളർ ഞാനിവിടെ നമ്മളുടെ ഐബ്രോ ബ്രഷ് ഉണ്ടല്ലോ, ഐബ്രോ ബ്രഷിലാണ് ഞാൻ എടുത്തേക്കുന്നത്. സാധാരണ നമ്മൾ ഐലൈനർ എഴുതുന്നത് പോലെ ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഐലിഡിനുള്ളിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാനിവിടെ ഒരു പെൻസിൽ ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അത് ഉള്ളിലേക്ക് ഇന്നർ കോർണർ വരെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് കളർ കുറവാണെന്ന് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു പിങ്ക് കളർ എടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പം ബ്ലാക്ക് കളർ എടുത്തിട്ട് സെയിം നമ്മളിവിടെ പർപ്പിൾ ലൈൻ വരച്ചില്ലേ, അപ്പൊ അതിന് പുറത്തായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പം നല്ലൊരു സ്മോക്കി എഫക്റ്റ് എന്നല്ല, അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ ഐലൈനർ എഴുതുന്നത് പോലെ നമ്മൾ സെയിം ആദ്യം ചെയ്ത ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ലൈൻ വരച്ചു കൊടുക്കുക, എന്നിട്ട് അത് ഉള്ളിലേക്ക് ആക്കുക. അതിനുശേഷം പെൻസിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതും പതുക്കെ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ ഇന്നർ കോർണർ വരെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നില്ല,
ജസ്റ്റ് ആ ഒരു ഔട്ടർ കോർണറിലെ ആ ഒരു ഹാഫ് പോർഷൻ വരെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ പുറമെ നല്ല ഡാർക്കനായിട്ട് ഉള്ളിലോട്ട് വരുമ്പം ലൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഐ മേക്കപ്പ് ഭയങ്കര സിമ്പിൾ ആണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടിക്കൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു ഐ മേക്കപ്പ്. ഇനി ഞാനിവിടെ നമ്മളുടെ സ്മോൾ ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് ഒരു ബ്രൗൺ കളറും ക്രീം കൈൻഡ് ഓഫ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ ക്രീസ് ലൈനിൽ, അതായത് നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുകയാണ്, ക്രീസ് ലൈനിലും ഐലിഡിലും ആയിട്ടൊന്ന് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് പിങ്ക് കൈൻഡ് ഓഫ് ഷിമറി ഷെയ്ഡാണ്. അത് ഞാൻ ഇതേപോലെ ഫിംഗറിൽ എടുത്തിട്ട് നമ്മുടെ ഐലിഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു ഫ്ലാറ്റ് ബ്രഷിൽ ഈ ഒരു ഗ്ലിറ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു വൈറ്റ് അല്ല, വൈറ്റും ഒരു റെയിൻബോ കൈൻഡ് ഓഫ് ഗ്ലിറ്റർ ഞാൻ ഇതേപോലെ ബ്രഷിൽ എടുത്തിട്ട് അത് ഞാൻ നമ്മളുടെ ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയും വെച്ചിട്ട് ഞാൻ എൻ്റെ ഐ മേക്കപ്പ് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പർപ്പിളിന്റെ ഒരു കൺസീലർ പാലറ്റ് ആണ്. നിങ്ങളൊരു ഡസ്കി ഡീപ്പർ സ്കിൻ ടൂണുകാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർപ്പിളിന്റെ കൺസീലർ പാലറ്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും കേട്ടോ. ഞാനിവിടെ നേരത്തെ നമ്മളുടെ ഐലിഡിൽ എൻവൈബയുടെ കൺസീലർ ഇട്ട് കൊടുത്തതിന് പകരം ഈ ഒരു പാലറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാലറ്റ് നമുക്ക് കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്ത് തന്നെ നമ്മളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് അവൈലബിൾ ആണ്, ഹൈലൈറ്റിംഗ് ചെയ്യാനുള്ള ഷെയ്ഡ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ കോണ്ടൂറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ടെക്നിക്കാണ്. നമ്മളിവിടെ എനിക്കിവിടെ താഴെ ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലേ, നമ്മൾ സാധാരണ ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ടാണ് കവർ ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ട് നമ്മളുടെ ഡാർക്ക് സർക്കിളിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ് നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കൺസീലർ പാലറ്റിൽ നിന്നും ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് ഇതേപോലെ ഒരു കൺസീലർ ബ്രഷിൽ എടുത്തതിന് ശേഷം കണ്ണിന് എവിടെയൊക്കെയാണോ നമുക്ക് പിഗ്മെന്റേഷൻ ഡാർക്ക് സർക്കിൾ ഒക്കെ ഉള്ളത് ആ ഭാഗത്ത് ഞാൻ ഇതേപോലെ കൺസീലർ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു HD ലുക്ക് ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ പാക്കിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് 4.9 5 ആണ്. 4.9 എനിക്ക് കുറച്ച് ലൈറ്റർ ആണ്, 5 എനിക്ക് ഡാർക്കറും ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു ഷെയ്ഡ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഒരു ഫൗണ്ടേഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫേസിലും നെക്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഭയങ്കര എക്സസ് ആയിട്ട് നിൽക്കുന്നത് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അതും കൂടെ ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് എൻ്റെ ഫേസ് ഒന്ന് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഒരു പാർട്ടി കൈൻഡ് ഓഫ് ലുക്ക് അല്ലേ, അപ്പം കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു കൺസീലർ പാലറ്റ് എടുത്തിട്ട് അതിൽ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ എടുക്കുന്നത്. അതെടുത്തിട്ട് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷനിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ കണ്ണിന് താഴെ വശത്ത്, പിന്നെ നെറ്റിയുടെ അവിടെ, അതേപോലെ നോസിന് ആ മുകൾ വശം ഉണ്ടല്ലോ, നോസിന്റെ ആ ബ്രിഡ്ജില്, പിന്നെ നമ്മുടെ ചിന്നിന്റെ ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ കൺസീലർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതും കൂടെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയേറെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ഫേസ് കോണ്ടൂർ ചെയ്യാനായിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കോണ്ടൂർ സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതെടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിലും അതേപോലെ തന്നെ താടിയുടെ നെറ്റിക്കും ഒക്കെ ആയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ നോസിന് സൈഡിലായിട്ടും ഒന്ന് നമ്മൾ കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അതും കൂടെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലഷ് ആണ്. ബ്ലഷ് ഞാനിവിടെ എൻവൈബയുടെ മോസ് ബ്ലഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഷെയ്ഡും കാര്യങ്ങളും പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ അത് ഞാൻ ഇതേപോലെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഇതേപോലെ നിറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ മേക്കപ്പ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബനാന പൗഡർ ആണ്. ബനാന പൗഡർ വെച്ചിട്ട് കണ്ണിന് താഴെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്രഷ് എടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഫേസ് ഫുള്ളായിട്ട് നമ്മൾ കഴുത്തിലും എല്ലാം നല്ല രീതിയിൽ തന്നെ പൗഡർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. അപ്പം ഹൈലൈറ്റർ ഇട്ടാലല്ലേ നമുക്ക് ആ ഒരു തിളക്കമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ എൻവൈബയുടെ ആ ഒരു ഹൈലൈറ്റർ പാലറ്റ് ഉണ്ടല്ലോ, ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഈ ഒരു ഷെയ്ഡ് ഇതേപോലെ ഫാൻ ബ്രഷിൽ എടുത്തിട്ട് നമ്മളുടെ ചീക്ക് ബോണില്, നോസ് ബ്രിഡ്ജില്, പിന്നെ നെറ്റിക്ക് ഒക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ ക്യൂബിക് ബോ ഉണ്ടല്ലോ, ക്യൂബിക് ബോയിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പുരുകത്തിന് താഴ്വശത്തും കൂടെ ഒന്ന് നമ്മൾ ആ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മളുടെ ഐ മേക്കപ്പിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാജലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കാജൽ വെച്ചിട്ട് നമ്മുടെ താഴത്തെ വാട്ടർ ലൈൻ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും നമ്മൾ മുകളിൽ ഉപയോഗിച്ച ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒരു ബ്രഷിൽ എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു കാജലും ഇതും കൂടെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു ഷാഡോ എഫക്റ്റ് നമുക്ക് താഴ്വശത്ത് കിട്ടും. അത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഫേക്ക് ഐലാഷസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഞാനിവിടെ നമ്മളുടെ മാസിൻ്റെ മസ്കാര തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മുടെ താഴത്തെ വാട്ടർ ലൈനിലും അതേപോലെ തന്നെ മുകളിലും ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഒറിജിനൽ ആ ഒരു ലാഷസും നമ്മൾ വെച്ച് കൊടുത്ത ഫേക്ക് ലാഷസും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐലൈനർ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഇന്നർ കോർണറിൽ ഞാൻ ഒരു ചെറുതായിട്ട് വി പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ ലിപ് ലൈനർ ആണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഞാനിപ്പം ഈ ഒരു മാസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് പാലറ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ എനിക്ക് ഈ ഒരു കളർ ഷെയ്ഡ് വേണമായിരുന്നു ലിപ്സ്റ്റിക്ക്. ആ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിതാ ഈ രണ്ട് കളർ ഡാർക്ക് ബ്രൗണും ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ലുക്ക്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായത് നമുക്ക് ഫേസ് ഫുൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മളുടെ മേക്കപ്പ് ഒന്നും ഒലിച്ചു പോകാതെ അവിടെ തന്നെ ഇരിക്കണ്ടേ. അപ്പം അതിനായിട്ട് നമ്മളുടെ സെറ്റിംഗ് സ്പ്രേ ആണ് എടുക്കുന്നത്. ഇത് ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇടാമേ. ഈ ഒരിടയ്ക്ക് ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആയിരുന്നു. അപ്പം ഇന്നത്തെ മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.